ഏറ്റുമാനൂർ നഗരസഭയിലെ 2026-27 വർഷത്തെ പ്രിന്റിംഗ് സാമഗ്രികൾക്ക് കൊട്ടേഷൻ നൽകുന്നതിനെ ചൊല്ലി തർക്കം. ക്രമവിരുദ്ധ നടപടികളിലൂടെ കൊട്ടേഷൻ അട്ടിമറിക്കാൻ ശ്രമമാണെന്ന് ആക്ഷേപമുയർന്നു. പത്രപരസ്യത്തിലൂടെ ടെൻഡർ ക്ഷണിക്കുകയും വിവിധ സാമഗ്രികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ കോട്ട് ചെയ്ത് 4 സ്ഥാപനങ്ങളുമായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നെഗോഷിയേറ്റ് ചെയ്യുകയുമായിരുന്നു. എന്നാൽ കുറഞ്ഞ നിരക്ക് സംബന്ധിച്ച സ്ഥാപനത്തെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ ചെയർമാൻ ഏകപക്ഷീയമായി തള്ളിയതായും കൂടുതൽ തുക കോട്ട് ചെയ്ത സ്ഥാപനത്തിന് പ്രിന്റിംഗ് ജോലി ഏൽപ്പിക്കാൻ ശ്രമം നടത്തിയതായും കൗൺസിൽ അംഗങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു. കൗൺസിൽ യോഗത്തിൽ തീരുമാനത്തെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി.പി. മോഹൻദാസ് ചോദ്യം ചെയ്തു. ഇഷ്ടക്കാർക്ക് കരാർ കിട്ടാത്തതിൽ അതൃപ്തരായ ചിലർ വീണ്ടും കൊട്ടേഷൻ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടത് തള്ളി ഭൂരിഭാഗം കൗൺസിലർമാരും കുറഞ്ഞ നിരക്കുകാരന് കരാർ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ബഹളത്തെ തുടർന്ന് തീരുമാനം അടുത്ത കൗൺസിലിലേക്ക് മാറ്റി. കൗൺസിലർമാർ ഭൂരിഭാഗവും അറിയാതെ കരട് പദ്ധതി തയ്യാറാക്കിയതും 10 വർഷം മുമ്പ് നിർത്തലാക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സ് വീണ്ടും നിർമ്മിക്കാൻ കരട് പദ്ധതിയിൽ 15 കോടി വകയിരുത്തിയതും ടി.പി. മോഹൻദാസ്, CS ബിജു, ഉഷ സുരേഷ്, ബീന ഷാജി തുടങ്ങിയവർ ചോദ്യം ചെയ്തു. ഇതും കൗൺസിലിൽ ബഹളത്തിനിടയാക്കി. കൗൺസിലിന്റെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിലേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയുള്ളൂവെന്ന് ചെയർമാൻ മറുപടി നൽകി.